Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kani, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा. ഭാരതത്തിലെ നീതിഭരണഘടന അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന ഒരു ആപ്തവാക്യം വീണ്ടും പറയട്ടെ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മനുഷ്യത്വമുള്ള നിയമം നമ്മുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ നിയമസമുച്ചയത്തിന്റെ മുന്നിൽ നിന്നും കൈരളി ടിവിക്ക് വേണ്ടി ജ്യോതികുമാർ. കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന റസിയ ടീച്ചർ കൊലക്കേസിന്റെ വിധി അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവിക്കപ്പെട്ടു. കേസിലെ ഏകപ്രതിയും ലോ കോളേജിൽ റസിയ ടീച്ചറുടെ ശിഷ്യനുമായിരുന്ന ഇസ്ര ഖുറേഷിയെ തെളിവുകളുടെ അഭാവത്തിൽ CBI സ്പെഷ്യൽ കോർട്ട് വെറുതെ വിട്ടിരിക്കുന്നു. അപ്പൊ വിധി വന്നു, ഞാൻ ജയിച്ചു. ആ തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് തള്ളി. ആ ഓക്കെ. മിസ്റ്റർ ഇസ്ര ഖുറേഷി, വൈകി ലഭിച്ച ഈ നീതിയെക്കുറിച്ച് ഇപ്പോൾ എന്തു പറയുന്നു? സി മിസ്റ്റർ, ഐ ആം ഇന്നസെന്റ്. കോടതിയിൽ ഞാനത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. താങ്കൾ ഈ അവസരത്തിൽ ആരോടാണ് നന്ദി പറയുന്നത്? ദൈവത്തോടോ അതോ കോടതിയോടോ? No. I have to thank only Advocate Lal Krishna Viradiar. ലാൽ കൃഷ്ണ വിരാടിയാരോട് മാത്രമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. മിസ്റ്റർ ഖുറേഷി, പ്ലീസ് 1 സെക്കൻഡ്. അല്ല പ്ലീസ്. ഹലോ. സ്വന്തം ടീച്ചറെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന കുറ്റാരോപണത്തിൽ നിന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്ന ഇസ്ര ഖുറേഷിയുടെ സന്തോഷം പ്രേക്ഷകരുമായി ഞങ്ങളും പങ്കുവയ്ക്കുകയാണ്. ഒപ്പം ഒരു ചോദ്യം: ഇസ്ര ഖുറേഷി നിരപരാധിയാണെങ്കിൽ പിന്നെ ആരാണ് കുറ്റവാളി? ആരാണ് റസിയ ടീച്ചറുടെ കൊലപാതകി? ഉത്തരം കിട്ടാത്ത ഈ വലിയ ചോദ്യം കോടതിയോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഒരിക്കൽ കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്.
കൊടുങ്കാറ്റ് വീശിയാലും ഭൂമി പിളർന്നാലും നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല. സൗദിയിൽ ജനിച്ച് അജ്മീറിൽ പഠിച്ചു വളർന്ന ടീച്ചർക്ക് ഞാനത് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഹലോ എൽ കെ സർ, വേർ ആർ യു സർ? ഇപ്പൊ നിന്റെ യാത്ര എവിടേക്ക്? ഫാം ഹൗസിലേക്ക്. എന്നെ സൗകര്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞത് സാർ ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? ഇന്ന് രാത്രി നമ്മൾ തമ്മിൽ കാണുന്നു എന്റെ ഫാം ഹൗസിൽ വെച്ച്. അവിടെ വെച്ച് ഞാൻ എന്റെ ദൈവത്തിനൊരു ട്രീറ്റ് നൽകും. സാർ വരണം. ഒന്നും പറഞ്ഞു ഒഴിയരുത് പ്ലീസ്. ഞാൻ നിന്റെ പിന്നിൽ തന്നെ ഉണ്ട് സ്ര. ജസ്റ്റ് ബിഹൈൻഡ് യു. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് വീലിംഗ്? പറയണം സർ, നമുക്ക് എങ്ങോട്ട് പോകണം? ടാച്ച്, ട്രാവലേഴ്സ് ജോയ്, അതുമല്ലെങ്കിൽ കഥക്കിൽ PhD എടുത്ത നമ്മുടെ മാധവി റാവുവിന്റെ ബർസാത്തി. സാർ പറഞ്ഞോ, ഏത് നരകത്തിലേക്ക് വേണമെങ്കിലും ഈ ഇസ്ര സാറിനെ കൊണ്ടുപോകും. Now you are on the peak of fame and I am on the peak of joy. Now tell me sir, what do you want? Tell me. I want your life. Take it master. I am at your feet. ലോ പാസ്സായിട്ട് ഞാൻ നിങ്ങളുടെ ശിഷ്യനായി കൂടും. അത് ഞാൻ ഉറപ്പിച്ചു. ഗുരുവേ നമ. അതിന്റെ അർത്ഥം ഇസ്രയ്ക്ക് അറിയൂ? ആർക്കറിയാം? ഗുരുബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ആ ഗുരുവിനെയാണ് ഇസ്ര കാമത്തോടെ നോക്കിയതും പ്രാപിച്ചത്, പിന്നെ നിസ്കാരപ്പായലിട്ട് കൊന്നത്. ഗുരു ദൈവമല്ലേ ഇസ്ര ഖുറേഷി? എനിക്കിപ്പോഴും കൊതി മാറിയിട്ടില്ല എന്റെ ടീച്ചറോട്. ഗുരുഹത്യ പാപമല്ലേ ഇസ്ര? പാപം ചെയ്തവർ മരിക്കണം, എങ്കിലേ കോസ്മിക് ബാലൻസ് തെറ്റാതിരിക്കും. യു ആർ എ കൺവിക്ട്. ഞാൻ കുറ്റക്കാരനല്ലെന്ന് കോടതിയിൽ സാർ തെളിയിച്ചല്ലേ? അത് അഡ്വക്കേറ്റ് ലാൽ കൃഷ്ണ. ഇത് ജഡ്ജ് ലാൽ കൃഷ്ണ. നീ ചെയ്ത കൃത്യം സത്യമാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്ത് പ്രാർത്ഥിക്കാൻ? തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാൽ
അസത്തോമാ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നയിച്ചാൽ സത്യം നിന്റെ മുന്നിൽ കൊലക്കയർ നീട്ടി നിൽക്കുന്നു ഇസ്രാ ഖുറേഷി. ആ സത്യം നിനക്ക് വിധിക്കുന്നു മരണവിധി. LK, ലൈസൻസ് ടു കിൽ. കൊല്ലാൻ അധികാരമുള്ളവൻ. ഉള്ളുരുകി പ്രാർത്ഥിക്ക്. മൃത്യോർമ അമൃതം ഗമയ. മരണത്തിൽ നിന്നും എന്നെ നിത്യതയിലേക്ക് നയിച്ചാലും Go! കേരളത്തിൽ ആസൂത്രിതമായ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനോടൊപ്പം തന്നെ അത്തരം കുറ്റവാളികൾക്കെതിരെ അദൃശ്യമായ ഒരു ശക്തി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അത്തരം ഒരു തിരിച്ചടിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇസ്രാ ഖുറേഷിയുടെ മരണം എന്ന് സംശയിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നല്ല വ്യക്തമായ കാര്യങ്ങൾ പറയാനാവൂ. ഒറ്റനോട്ടത്തിൽ കുത്തുകൊണ്ടാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതെ. എക്സ്ക്യൂസ് മീ സാർ, ഇതൊരു കൊലപാതകമാണെന്ന് സാറിന് ഉറപ്പുണ്ട്? ക്ലിയർ എവിഡൻസ് ഉണ്ട്. ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. என்ன இது? நீ எதுக்கு ஏன் ஷூ பாலிஷ் பண்ணணும்? எதுக்கடி இந்த மாதிரி வேலை எல்லாம்? ஷூவிலே ரத்தக்கரை இருந்துருச்சு. സർ, ഇസ്രാ ഖുറേഷി താമസിക്കുന്ന ഫാം ഹൌസിൽ നിന്ന് അയാൾ എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല. അവിടുത്തെ ജോലിക്കാർക്ക് പോലും. പക്ഷേ അന്ന് അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. ഇസ്രാ ഖുറേഷിയുടെ മൊബൈലിൽ നിന്ന് ലാസ്റ്റ് കോൾ പോയത് ആർക്കായിരുന്നു? അഡ്വക്കേറ്റ് ലാൽകൃഷ്ണനാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റിപ്കേജ് ചവിട്ടുകൊണ്ട് തറന്നിട്ടുണ്ട്. ഹാർട്ടിന് ഡാമേജാണ്.
ദാറ്റ്സ് എ കോസ് ഓഫ് ഡെത്ത്. മർഡർ ആണെന്ന് വ്യക്തം. ആരായിരിക്കും കില്ലർ? വിധി വന്നതിന് അന്ന് തന്നെയാണ് മരണം. അതിനർത്ഥം വിധിയിൽ അമർഷമുള്ള ആരോ ഒരാൾ ഇസ്രയുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നല്ലേ? സർ, താരു കാര്യം ചെയ്യും. ഇത്തരം സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് എനിക്ക് വേണം. യെസ് സർ. கிருஷ்ணன் இது ஒரு டிஃபன் சாப்பிடுவார் இல்லையா? അവന് ജ്വരം, പനിയാണ്. அப்படியா? இன்னைக்கு செஷன்ஸ் கோர்ட்ல ஹியரிங் இருக்கு. அங்கே யாரை அனுப்புவாங்க? எனக்கு வந்து ஃபேமிலி கோர்ட். அவனுக்கு இந்த என்ன கேஸ்? സ്വന്തം മകളെ ഭാര്യയാക്കിയവന്റെ കേസ്. எதுக்கு எதுக்கு இந்த மாதிரி பாவங்களை ஏற்றி தலை வைக்கிறது? லட்சுமி, நமக்கு இந்த சிவில் கேஸுகள் போதும். அந்த மகாபாபி கேஸ் ஜார்ஜ் கோர் அட்டெண்ட் ചെയ്തിട്ട് അത് വേണമോ? കൃഷ്ണൻ കേസ് പഠിച്ചു മുടിച്ചാച്ച്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓഹോ, அப்படியா? മകൾ, അച്ഛൻ, ഒരേ വീട്ടിൽ. മകൾ വന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടി, വിഭാര്യനായ ഒരച്ഛൻ. ഒരു ദുർബല നിമിഷത്തിൽ മരിച്ചുപോയ ഭാര്യയുടെ അതേ മുഖച്ഛായുള്ള മകളെ. ஆமாண்டா, ഞാൻ ஜெயிச்சிட்டேன். பாண்டிச்சேரியில திரும்பி வந்தாச்சு. நோ எவிடன்ஸ், எதுக்குமே எவிடன்ஸ் கிடையாது. நான் என் மகளை பொண்டாட்டி ஆக்கியதற்கு தெளிவே கிடையாது. டிஎன்ஏ டெஸ்ட் அது கூட ஃபெயிலியர் ஆயிடுச்சு. ஆக்கியாச்சடா இந்த பாண்டிச்சேரி. எல்லாமே அட்வொகேட்டோட புத்திதான். அவருக்கு ஒரு ட்ரீட் கொடுக்கலாம் நினைச்ச. அது டாக்ல அரேஞ்ச் பண்ணியப்ப அவர் என்ன சொல்லிருக்க தெரியுமோ? பார்ட்டி என்னுடைய கேரேஜிலே போதும்னு. அதுதான்டா எல்கே. இஸ் வெரி சிம்பிள் பட் லெஜெண்ட் இன் கிரிமினாலஜி. நீ அங்க என்ன பண்ணிட்டு இருக்க? ஹலோ ஹலோ ஹலோ. ரேஞ்சு போயிட்டு ഡേവിഡ് രാജരത്നം. സാറോ? ഈ പാർട്ടിയിൽ നമ്മൾ രണ്ടാൾ മാത്രം മതി. മൂന്നാമതൊരാൾ വരാൻ പാടില്ല. ഡെയ്സി വരട്ടുമേ. അവൾ മാത്രം അറിയില്ലേ എന്റെ മകൾ? ഡെയ്സി ഇപ്പൊ നിങ്ങൾക്ക് മകൾ മാത്രമല്ല, മിസ്സസ് ഡേവിഡ് രാജരത്നം, ദ വൂണ്ടഡ് സോൾ. എന്റെ സ്വന്തം മകളെ പൊണ്ടാട്ടിയാക്കിയതിന് ആർക്കാ പരാതി? എന്റെ തോട്ടത്തിലെ റോസാച്ചെടി ഞാൻ വെള്ളമൊഴിച്ചു വളർത്തി. അതിൽ വിരിഞ്ഞ ആദ്യത്തെ പൂ എനിക്ക് സ്വന്തം, എനിക്ക് മാത്രം. ലെറ്റ് us celebrate. അപ്പൊ നിന്റെ പാപത്തിന് വയസ്സ് 2. ടേക്ക് ഇറ്റ്. ഇത് വെറും സ്വീറ്റ് അല്ല, ഈ പോണ്ടിച്ചേരിയുടെ ഉയിരാണ് ഉയിർ. ഇനി പോണ്ടിച്ചേരി ഡേവിഡ് അങ്ങയുടെ സെർവന്റ്. നിങ്ങൾ എനിക്ക് ജീസസ്, കടവുൾ പോലെ. കടവുൾ പോലെയല്ല, കടവുൾ താ. പിതൃപുത്ര ബന്ധത്തിന്റെ വിശുദ്ധി ബൈബിളിലുണ്ട്. നീ വായിച്ചിട്ടില്ല? സ്വന്തം മകൾക്ക് ഈശ്വരനായിരിക്കേണ്ടവൻ തന്റെ മകളോട് കാമവെറി കാണിച്ചു. നാളെ ഈ കേക്കിന്റെ രുചിയും നീ നോക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? കാരണം ഈ പൂ വിരിഞ്ഞതും നിന്റെ തോട്ടത്തിലാണ്. എന്നാ സാർ ഇപ്പിടിയൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതാണ് നീതിയുടെ സ്വരം, ദ സൗണ്ട് ഓഫ് ജസ്റ്റിസ്. പാപത്തിന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിക്കാനല്ല നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയത്. ഡെയ്സിക്ക് ഇനി നിന്നെ അപ്പാന്ന് വിളിക്കാൻ പറ്റില്ല. നാളേക്ക് അവളോട് 2 വയസ്സ് കുഴന്ത ഉണ്ണ് അത്താ എൻ കൺകണ്ട ദൈവമേന്ന് കൂപ്പിടാമ വാഴണംനാ இந்த பூமியில நீ உயிரோட இருக்க கூடாது.
Goodbye, Lucifer. ഇഹത്തിലും പരത്തിലും അമ്മയ്ക്ക് സമമായി മറ്റൊരു ദൈവമില്ല. അച്ഛനെപ്പോലെ മറ്റൊരു ഗുരുവുമില്ല. ഗുരുക്കന്മാരായ അച്ഛനമ്മമാരെ മറന്നിട്ട് ഈശ്വരന്മാരെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഭഗവാൻ പറയുന്നു, ലബ്ധവിദ്യോ ഗുരുദ്വേഷി. അർത്ഥം, അസത്തുക്കൾക്ക് വിദ്യ ലഭിച്ചാൽ ഗുരുവിനെ ദ്വേഷിക്കും. ഗുരുവിനെ ദ്രോഹിക്കുന്ന ശിഷ്യന് ലഭിക്കുന്ന നരകമാണ് കാലസൂത്രം. അപ്പൊ ശിഷ്യ ദ്രോഹിക്കുന്ന ഗുരുവിന് ശിക്ഷയില്ലേ? കുളന്ത കൃഷ്ണ, ഉന്നെ പാക്കുന്നതുக்கு ഒരു ആൾ വന്നിருக்கு. യാര്? ഒരു കേസിന്റെ കാര്യം പറയാൻ വന്നതാ. സാറ് കേട്ട് കാണും. ചിന്താമണി കൊലക്കേസ്. അച്ഛന്റെ അനുവാദം കിട്ടിയോ പുതിയ കേസ് ഏറ്റെടുക്കാൻ? മാതാ പിതാ ഗുരു മൂവരും ആവോളം അനുഗ്രഹിച്ച ജന്മമോ നിന്റേത്. നിനക്ക് തെറ്റില്ല. എന്താ ആട്ടെ, എന്താ സെക്ഷൻ? സെക്ഷൻ 302. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് ചിന്താമണി. ചിന്താമണി വാര്യർ. காலேஜில் வச்சு அந்த பொண்ணை ராக் பண்ணியாச்சு. சீனியர் கேர்ள்ஸ். She was brutally racked and mercilessly killed. And lots in between the two acts. மணி மசிலுள்ள NRI பேரண்ட்ஸினுடைய மக்கள் 9 கெட்ட பெண்கள், 9 spoiled brats. நவரத்தினங்கள். യൗവനം ധനസമ്പത്തി, പ്രബുദ്ധം അവിവേകിത, ഏകൈക പുനരനർത്ഥായ കിമുത്രയ ചതുഷ്ടയം. യൗവനത്തിൽ തന്നെ ധനാഢ്യനാവുക, പ്രഭുകുടുംബത്തിൽ ജനനം, ഒപ്പം അഹങ്കാരവും. ഇവയിൽ ഒന്നുണ്ടായാൽ തന്നെ അനർത്ഥം. അപ്പോൾ എല്ലാം ഒത്തുചേർന്നാൽ അങ്ങനെ ജനിച്ച 9 നരഭോജികളാണ് എന്റെ ക്ലയൻസ്. ഈശ്വരൻ ശപിച്ചവരോട് എന്തിന് കരുണ? ഈ കേസ് നിന്റെ കോടതിയിൽ തന്നെ വന്നത് ദൈവനിശ്ചയം. ദുഷ്ടനെ ചതിക്കുന്ന പെരും പ്രഭാവം. കോസ്മിക് ലോ അനുസരിക്ക്. പോയി പ്രതികൾക്ക് വേണ്ടി വാദിക്ക്. ഇല്ലെങ്കിൽ ഈ കേസ് നിന്നേക്കാൾ മിടുക്കരായവർ വാദിക്കും. 9 എണ്ണവും രക്ഷപ്പെടും. അത് പാടില്ല. കൃഷ്ണ, ഹിംസ തമാശയാക്കിയവൻ മനുഷ്യനല്ല. അവനെ ഹിംസിക്കുന്നത് പാപവുമല്ല. ഈശ്വരൻ എഴുതിയ കുറ്റപത്രത്തിലും കാണും ഒരു കരട്. ബ്ലാക്ക് ഹോൾ കണ്ടുപിടിക്കാം. മാധവ, മഹാദേവ. സെക്ഷൻ 302 മർഡർ. അതെ. ആകെ 9 പ്രതികൾ. യെസ്. എല്ലാവരും പ്രതികളുടെ പേരൻസ് ആണോ? അതെ, വി ആർ എൻആർഐസ്. ബെയിലൊക്കെ നേരത്തെ കിട്ടി. ഇനി സാറ് തന്നെ വന്ന് ഈ കേസ് വാദിക്കണം. മക്കളെ എങ്ങനെയെങ്കിലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം.
ജീവപര്യന്തം ഉറപ്പായിട്ടും കിട്ടുമെന്ന വക്കാലത്ത് ഒഴിഞ്ഞു പോയ വക്കീലന്മാർ പറയുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് പറ്റിയതൊരു കയ്യബദ്ധമാണ്. സത്യത്തിൽ സംഭവിച്ചത് സത്യം, സംഭവങ്ങൾ. ഇതൊന്നും ഞങ്ങൾ വക്കീലന്മാർക്ക് കേൾക്കണ്ട. ചാർജ് ഷീറ്റിൽ എന്തും ഏത് പോലീസുകാരനും എഴുതി വെക്കാം. എന്റെ മുന്നിൽ എന്റെ എല്ലാ കക്ഷികളും നിരപരാധികളാണ്. വിധി പറയുന്ന ദിവസം വരെ എനിക്കൊന്നേ അറിയണ്ടു. അത് എന്താണാവോ? പണമുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ട്. ദൈവം സഹായിച്ചിൻ പ്ലന്റി. അതെങ്ങനെ വേണം, എത്ര വേണം സാറ് പറയണം. ഷെയിം. സ്വന്തം മക്കളുടെ ജീവന്റെ വില അന്യരെ കൊണ്ടല്ല പറയിക്കേണ്ടത് മിസ്റ്റർ ഹരിദാസ്. അതെത്രയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. 50 lakhs. പോരാ, 1 C. 1 CU? 1 crore. ബാക്കി പിന്നീട് പറയാം. എഗ്രീഡ്? എഗ്രീഡ്. ഈ കേസ് അന്വേഷിച്ച ഓഫീസറുടെ പേര്? CI ബാബ. CI ബാബ. ഡൺ. CI ബാബ എഴുതിയ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉമിത്തിയാണ്. കോടതിയിൽ അതങ്ങനെ നീറി കിടക്കും കുറെ കാലം അല്ലേ? ഏത് പടുവായൻ വക്കീൽ വന്ന് ഊതിയാലും അത് കെടില്ല മിസ്റ്റർ എൽകെ. ചിന്താമണി കേസിലെ പ്രതികൾക്കെതിരെ കിട്ടിയ സകലമാന തെളിവുകളും കല്ലുകാരുടെ കാഞ്ഞിരക്കുറ്റി, മുള്ളമുരുടെ മൂർഖൻ പാമ്പ് വരെ ഒരു ചെറിയ പോയിന്റ് പോലും വിട്ടുകളയാറില്ല ഈ CI ബാവ. ചിന്താമണി കേസിൽ പ്രോസിക്യൂട്ടറുടെ തുറുപ്പ് ഗുലാൻ. ട്രംപ് കാർഡ് കണ്ടല്ലോ താൻ. കോടതിയിൽ ചീട്ട് കളിക്കാൻ വന്നവനല്ല ലാൽകൃഷ്ണ. നാക്കുകൊണ്ടെഴുതിയ ഈ കുറ്റപത്രം ഞാനൊന്ന് പഠിക്കട്ടെ. എനിക്കുറപ്പാണ് കോടതിയിൽ അങ്ങയുടെ ചീട്ട് കൊട്ടാരം വീണിരിക്കും. വീഴ്ത്തിയിരിക്കും ഈ ലാൽകൃഷ്ണ. കേട്ടോ CI, ആത്മവിശ്വാസം അമൃത, പക്ഷെ അധികമാവരുത്. അധികമായാൽ ഹലോ, വന്നു പോയി. പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമം. അവിടെ ചെമ്പകവാര്യത്ത് വീരമണി വാര്യർക്കും മരിച്ചുപോയ ബാലാമണി വാര്യശേർക്കും ജനിച്ച ഒരേ ഒരു മകളാണ് CV ചിന്താമണി വാര്യർ. പ്രായം 18. +2 പരീക്ഷയോടൊപ്പം മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നു. ചിന്താമണി പോയപ്പോ വാര്യ ഉറങ്ങിപ്പോയി. പൊട്ടിത്തെറിക്ക് ശേഷമുള്ള ശാന്തത. ഒരുപാട് നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും ശേഷം കിട്ടിയ മകൾ. മാഷ് ഈശ്വരനോട് ചോദിച്ചു വാങ്ങിച്ചല്ലേ ചിന്താമണിയെ? എനിക്ക് കാണാം പുലരുവോളം ഉറക്കമിഴിച്ചിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ, മകൾക്ക് കൂട്ടിരിക്കുന്ന അച്ഛനെ. ആ അച്ഛന്റെ സ്വപ്നത്തിന്റെ പേര് ചിന്താമണി. എന്റെ കണ്ണാടിക്കാവിൽ അമ്മേ, നാളെ മെഡിക്കൽ എൻട്രൻസിന്റെ റിസൾട്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ എന്തറിയാനാ, വലിയ വീട്ടിലെ കുട്ടികളെ ലക്ഷങ്ങളാ എൻട്രൻസ് കോച്ചിങ്ങിന് മാത്രമായിട്ട് പൊട്ടിക്കണതേ. അപ്പോഴാ ഇവിടെ ഒരു സാധു ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കുത്തിരുന്ന് സ്വയം ഒരു പഠിത്തം. ഇതിനൊക്കെ അതിമോഹം എന്നല്ലാതെ ഇപ്പൊ എന്താ പറയാ. എനിക്കൊക്കെ നല്ല വട്ടപൂജ്യം കിട്ടും. എന്റെ ദേവിയെ, എന്നെ വല്ല TTCയോ നഴ്സറി ടീച്ചറോ ഒക്കെ ആക്കിയാ മതിയേ. അതെങ്ങനെയാ? വാര്യര് ശ്രീകോവിന്റെ മുമ്പിലിരുന്ന് ജപിച്ച് ഇരിക്കപ്പുറത്ത് തരണ്ടാവില്ല അല്ലേ മോളെ? ആരാ അവിടെ?
റിസൾട്ട് അറിഞ്ഞു വെച്ചാ? അച്ഛൻ നിനക്ക് അറിയണേ? ഇതെന്താ ഇത്? പോട്ടെ അച്ഛാ, എനിക്ക് MBBS-നൊന്നും പോണ്ട. നീരിന്മേൽ എഴുതിയ പോലെയാണ് ഞാൻ പരീക്ഷ എഴുതിയത്. എന്റെ മനസ്സിൽ നിന്ന് അത് അപ്പോഴേ മാഞ്ഞു. അച്ഛൻ പറയാറില്ലേ എന്റെ കയ്യിൽ വക്രരേഖയാണെന്ന്? ജാത്തിയാലുള്ളത് തൂത്താ പോവോ അച്ഛാ? വക്രരേഖകളൊക്കെ മാറി എന്റെ മണിക്കുട്ടി എൻട്രൻസ് പാസ്സായി. കടം വാങ്ങിയിട്ടാണെങ്കിലും എത്ര ഉറപ്പ് ചെലവാക്കിയാലും എന്റെ മണിക്കുട്ടി ഞാൻ ഡോക്ടറാക്കും. പണം കൊടുത്ത് എനിക്ക് ഡോക്ടർ ആവണ്ട. അവൾ സമ്മതിക്കും. ചിന്താമണി നിത്യവും മാല കെട്ടിക്കൊടുത്ത കണ്ണാടിക്കാവിൽ അമ്മ അനുഗ്രഹിച്ചപ്പോ 960 റാങ്കുകളുള്ള എൻട്രൻസ് പരീക്ഷയിൽ ചിന്താമണി നേടിയത് 600-ാം റാങ്ക്. ട്യൂഷനും കോച്ചിങ്ങും ഇല്ലാതെ ഈ മുറ്റത്തിരുന്ന് പഠിച്ചു. മിടുക്കി. കെടാൻ പോകുന്ന തിരിയുടെ ആളിക്കത്തൽ. ആ അസുരവിത്തുക്കള് വേറെ വക്കീലിനെ വെച്ചെന്ന് കേട്ടല്ലോ. ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ, ഏത് കൊലകൊമ്പം വന്നാലും ഈ കേസിൽ നമ്മൾ ജയിക്കും മാഷേ. ആരാ മനസ്സിലായില്ല? പത്രക്കാരാവും. ഉള്ളെടുക്കാൻ വന്നതാ. അടി പൊട്ടിന്ന് കേട്ടപ്പോ വന്നു പത്രക്കാര്. വ്രണത്തിൽ ഈച്ച പാറി നടക്കണ പോലെ. ഇനി എന്തുണ്ടോ എന്റെ കുട്ടിയെ കുറിച്ച് എഴുതാൻ? ആട്ടു ഞങ്ങള് കടന്നു പോവാ. അസത്തുക്കള്. അപ്പോ ഞാൻ പറഞ്ഞത് മാഷ്ക്ക് മനസ്സിലായോ? മണിക്കുട്ടിയുടെ മരണത്തിൽ വസുപഞ്ചകം ഉണ്ടോന്ന് അറിയണം. ജാതകത്തിൽ അപമൃത്യുയോഗം ഉണ്ടോന്നും നോക്കണം. അതിന് എവിടെയാ പണിക്കര് ജാതകം? 18 വയസ്സ് വരെ അവൾ ഇവിടെ ജീവിച്ചിരുന്നതല്ലേ. അതിനിടയിൽ മോളുടെ ജാതകം എഴുതിക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞ എനിക്കതാ മനസ്സിലാകാത്തത്. മാധവ, മഹാദേവ. എൻട്രൻസ് എക്സാമിന് ചിന്താമണിക്ക് 600-ാം റാങ്ക് ഉണ്ടായിട്ടും സർക്കാർ മെഡിക്കൽ കോളേജിൽ മകൾക്കൊരു സീറ്റ് വാങ്ങിക്കൊടുക്കാൻ വീരമണി മാഷിന് സാധിച്ചില്ല. അതിനുവേണ്ട മെറിറ്റ് പാവം വീരമണി മാഷിന് ഇല്ലാതെ പോയി. ഗുരുകൃപ ഹെൽത്ത് ആൻഡ് റിസർച്ച് പാർക്ക്, NRI പ്രോജക്ട്, സ്വാശ്രയ മെഡിക്കൽ കോളേജ്. അവിടെ ആകെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു മെറിറ്റ് സീറ്റിന് വേണ്ടി ലേലം കൊണ്ടുപിടിച്ച് നടക്കുമ്പോഴാണ് അതേ സീറ്റിന് വേണ്ടി കൌൺസിലിംഗിനായി മാഷും മകളും കോളേജിലെത്തുന്നത്. കോളേജ് കണ്ടോ മണിക്കുട്ടിക്ക് എന്താ ആലേശില? പേടിച്ചുവോ? എനിക്കൊന്നുമില്ല അച്ഛാ. വേഗം പ്രിൻസിപ്പാളിനെ കാണാം. ഇനി ഒരു സീറ്റല്ലേ ബാക്കിയുള്ളൂ. ഫോൺ ചെയ്തപ്പോ ഡോക്ടർ സുദർശൻ കൌൺസിലിംഗ് വരാനല്ലേ പറഞ്ഞേ? ആ സീറ്റ് നിനക്ക് തന്നെ തരും. ഇനിയിപ്പോ ആരോടാ? പ്രിൻസിപ്പളിന്റെ മുറി ഏതാന്ന് ചോദിക്കാം. What do you want, baby? Your good name? ചിന്താമണി. ചിന്താമണി. ചേച്ചി, ഡോക്ടർ സുദർശൻ സാറിന്റെ മുറി ഏതാ? മോള് മുറി എന്തിനാ അറിയുന്നേ? കൂടെ സ്ലീപ്പിങ്ങിന് കമ്പനി കൊടുക്കാനാ? നീ എന്താ വിളിച്ചത്?
ചേച്ചിന്നോ? അപ്പൊ നിന്നെ ഞങ്ങള് ആന്റിന്ന് വിളിച്ചോട്ടെ? നീ ഡോക്ടർ സുദർശന്റെ വൈഫാ? ഹൈ, എന്താ കുട്ടികളെ പറയണേ? ഈ കുട്ടി നിങ്ങളുടെ അനിയത്തി പോലല്ലേ? ആദ്യമായിട്ട് കോളേജ് വരിക. സീനിയേഴ്സ്, നിങ്ങൾ സീനിയേഴ്സ് ആലോലം പാടി സ്വീകരിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? Okay. Are you Martin Luther or Abraham Lincoln? Do you know who is Abraham Lincoln Acha, and വേണ്ട. Martin Luther King? നമുക്ക് പോവാം. Answer me. നമുക്ക് പോവാം. I'm sorry. Hello, Shreya. Avaleti. She's landed. Okay. Must be a coming. With an old wisp. മെറിറ്റ് സീറ്റിലേക്ക് വിളിന്ന് വന്നില്ലായിരുന്നെങ്കിൽ A3108 മെറിറ്റ് സീറ്റ് വേക്കന്റ് ആകുമായിരുന്നേനെ. അപ്പോൾ അത് മാനേജ്മെന്റിന് സ്വന്തം. ആ സീറ്റിന് 50 lakhsന്റെ ഓഫർ വരെ ഡാഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷുവർ, നിന്റെ ബ്രദറിന് അഡ്മിഷൻ കിട്ടും. ഈ ഇന്ത്യൻ കുക്കുനെ വന്ന പോലെ പറപ്പിക്കും നമ്മൾ. പോരെ? ഒന്ന് വേഗം വരെ എന്റെ മണിക്കുട്ടിയെ, കൗൺസിലിംഗ് നേരായി. ഹലോ, ഒന്ന് നിന്നേ. എങ്ങോട്ടാ? Hey, came to study about human body alphabet? Huh? Answer me, yes or no. എന്താ ചോദിച്ചത് മനസ്സിലായില്ലേ? എന്ത് തോന്നിയ എന്റെ കുട്ടിയോട് കാണിക്കണേ? Cool down. It's just a perfume. Students only. Indian cuckoo. Meltdown. We got the rhythm straight, hard moving. Go. അയ്യോ, എനിക്ക് തല ചുറ്റണു. എന്ത് പറ്റി? അച്ഛാ, എന്ത് പറ്റി? മണിക്കുട്ടി, എന്റെ പോക്ക് മണിക്കുട്ടി, മോളെ കണ്ണു തുറക്ക്, കണ്ണു തുറന്നേ. മണിക്കുട്ടി, കണ്ണു മോളെ. കേസ് നമ്പർ 300/2004. പ്രതികൾ ശ്രേയ ഹരിദാസ്, മാധുരി, ദേവി ഷാ, ആര്യ, താര ഷൺമുഖൻ. ഇന്നലെ വരെ ആ വേർത്ത്ലെസ് ഗേൾസിന്റെ ഗാർഡിയൻ നിങ്ങളായിരുന്നു. അത് മറക്കരുത് ഡോക്ടർ കിം സുദർശൻ. നിങ്ങളുടെ വാക്കും വാഗ്ദാനങ്ങളും വിശ്വസിച്ചാണ് സ്വന്തം മക്കളെ അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നിട്ടൊടുക്കം ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കേണ്ടവർ തന്നെ അവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. കൂൾ ഡൗൺ മിസ്റ്റർ ലാൽകൃഷ്ണൻ. സ്വന്തം ക്ലയൻസിന് വേണ്ടി വാദിക്കാം കോർട്ടിൽ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം. ന്യായീകരിക്കാൻ പോയിട്ട് വിദ്യാർത്ഥികളെന്ന ദയ പോലും അവരോട് കാണിക്കാൻ തോന്നില്ല നിങ്ങൾക്ക്. തിങ്ക് അബൌട്ട് ദ സിറ്റുവേഷൻ. ആദ്യ ദിവസം തന്നെ ചിന്താമണിക്ക് അവർ കൊടുത്തത് വെൽക്കം ഡ്രിങ്ക് അല്ല, വെൽക്കം ഷോക്കാണ്. 2 മണിക്കൂർ എടുത്തു ചിന്താമണിക്ക് ബോധം തിരിച്ചു കിട്ടാൻ. ഇവിടെ ഈ കസേരയിലിരുന്ന് എന്റെ സ്റ്റുഡൻസിന് വേണ്ടി ആ മാഷോട് എനിക്ക് മാപ്പ് പറയേണ്ട ഗതികേട് വരെ ഉണ്ടായി. എന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗുഡ്വില്ലാണ് ഒരു സാധാ സ്കൂൾ മാഷിന് മുമ്പിൽ തകർന്നു പോയത്. ഞാൻ അതും സഹിച്ചു. മിർച്ചീസിനുള്ള പണിഷ്മെന്റ് ആയിട്ടാണോ ചിന്താമണിയെ നിങ്ങൾ അവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടത്? എന്റെ കാൽക്കുലേഷൻ തെറ്റിയത് അവിടെയാണ്. അമേരിക്ക എന്ന ഹോസ്റ്റലിലെ വൈൽഡ് ടോം കേറ്റ്സ് ഇത്രയും വയലന്റ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നേ ഇല്ല. അമ്മേ, ഇത് വാരിയല്ല കേട്ടോ. അമ്മ മണിക്കുട്ടിയോട് പിണങ്ങരുത് കേട്ടോ. ജപവും വ്രതവും ഒക്കെ മുടങ്ങും. ഒന്നും ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല. നാളെ അമ്മയുടെ ആഗ്രഹം പോലെ മണിക്കുട്ടി ക്ലാസ് പോവാ. വൈറ്റ് കോട്ടൊക്കെ ഇട്ട്. എന്തേ, സന്തോഷായില്ലേ? ഒക്കെ മംഗളാക്കി തരണം കേട്ടോ. ഹായ് ബ്ലൂ ലോട്ടസ്. Chintamani, are you a thinking bell? Huh? Angelic beauty. Huh? No. ചിന്താമണി MBBS. നീ ഒരു ഹൈഡ്രജൻ ബോംബാണല്ലോ babes. ഡോക്ടർ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഇനി ടെൻഡൻസി ഫോർ വോമിറ്റിംഗ്. ഹേയ്, എന്തു പറ്റി? എനി ഗൈനിക് പ്രോബ്ലം? ലീവ് ഇറ്റ്. Hey, Chinta. Don't hide. പറയൂ. ഇല്ല, എനിക്കൊന്നുമില്ല. ആരാ നിന്റെ ക്യൂപ്പിഡ്? You know Cupid? കാമദേവൻ. നിന്റെ കൂടെ വന്ന കൊരങ്ങനാണോ? The old monk. മതി ഡയലോഗ്. പേഷ്യന്റിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാലോ. ഈ
വില്ലേജ് ബ്യൂട്ടിക്ക് റെമഡി ആകെ ഒന്നേ ഉള്ളൂ. ഡു യു നോ? അബോർഷൻ. എല്ലാവരും ചേർന്ന കൊച്ചിനെ കൊല്ലരുത്. തുറക്കാനാ പറഞ്ഞത്. ഹലോ, എങ്ങോട്ടാ പോകുന്നേ? നേറ്റിനൊന്ന് നിന്നേ. ഇവിടെ എത്ര നാൾ ഇവിടെ താമസിപ്പിക്കാനാ നിങ്ങളുടെ പ്ലാൻ? 2 days. See? ഇപ്പൊ ആയിരിക്കും വിട്ടേക്കണം ഇവിടെ ഇവിടെ നിന്ന്. Bloody Indian chick. You know, trespassers will be prosecuted, mind you. മോളെ ചേച്ചി, എനിക്കിതൊന്നും താങ്ങാൻ വയ്യ. എനിക്ക് പോണം. എനിക്കെന്നെ വീട്ടിൽ പോണം. എഴുന്നേക്ക്. കരയണ്ട. സാരമില്ല, യക്ഷികളാ അവര്. മോള് വയ്ക്കൂ, ഇല്ലെങ്കിൽ ഇവറ്റകളുടെ കൈകൊണ്ടായിരിക്കും മോളുടെ അന്ത്യം. പക്ഷേ ഈ രാത്രി മോൾ എങ്ങോട്ട് പോകും? ഇത് കണ്ടോ ചേച്ചി? ഞാൻ വാനത്തേക്ക് മടങ്ങി പോവാ. വേണ്ട, എനിക്കിനി മെഡിസിനും പഠിക്കണ്ട. പോട്ടെ മോളെ, വിഷമിക്കാതെ പോയി മുഖം കഴുകിട്ടു വാ. വാ, എല്ലാരും ഉറങ്ങി. വേഗം. പ്ലീസ്, ഇനിയെങ്കിലും ഈ പാവത്തിന് വെറുതെ വിട്. മൂവ്, മൂവ്, മാറി നിൽക്കേ. മുഴുവാ. വേഗം പൊയ്ക്കോ. വോൾഗ മാടശ്ശേരി. അതെ, മേട്രൺ. നിങ്ങളാരാ? അമേരിക്ക. അമേരിക്കയിൽ പുതിയ ബാച്ചാണല്ലോ ഇപ്പോ. അതെ. സംഭവ ദിവസത്തെ CI ബാവ ചാർജ് ഷീറ്റിൽ വർണ്ണിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഫ്രൈഡേ എന്നാണ്. വെള്ളിയാഴ്ചകളിൽ മിർച്ചി ഗേൾസ് കൂടുതൽ വയലന്റ് ആവും. അതോടെ വീക്കെൻഡ് ആക്ടിവിറ്റീസ് തുടങ്ങും. ഈവനിങ്ങോടെ ഇവിടെ വിടും. പിന്നെ ശനി ഞായറും ഊട്ടിയിലോ കൊടൈക്കനാലിലോ ബാംഗ്ലൂരിലോ ടോട്ടൽ ബ്ലാക്ക് ഔട്ട്. രാവിലെ നിങ്ങളുമായി വഴക്കിട്ടാണ് മിർച്ചി ഗേൾസ് അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയതെന്ന് ചാർജ് ഷീറ്റിലുണ്ട്. വഴക്കിടാനുള്ള കാരണം? ഫ്രിഡ്ജ് തുറന്നപ്പോ ഒരു ബോട്ടിൽ എന്റെ ഇന്ന് വീണു പൊട്ടി. ബോട്ടിൽ? എന്ത് ബോട്ടിൽ? എന്തോ ഒരു വോഡ്ക. അതിന് അവരെന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. ആൽക്കഹോളിക്സിനല്ലേ ആൽക്കഹോളിന്റെ വില അറിയൂ. അങ്ങനെ താഴെയിട്ട് പൊട്ടിക്കാനുള്ള സാധനമൊന്നും അല്ല. ചിന്താമണി ഇവിടെ നിന്ന് പോകുമ്പോ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലേ പോയത്? അതെ, ഒറ്റ രാത്രിയിൽ ഇവിടുത്തെ അനുഭവം കൊണ്ട് പഠിത്തം വരെ മതിയാക്കി ചിന്താമണി വീട്ടിലേക്ക് മടങ്ങി.
വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ചിന്താമണി അടുത്ത ദിവസം കോളേജിൽ എങ്ങനെ എത്തി? പഠിക്കാനുള്ള മോഹം, അല്ലാതെന്താ, അത്ര തന്നെ. ഒന്ന് ആലോചിച്ചപ്പോ അങ്ങനെ പേടിച്ചോടാൻ പാടില്ലെന്ന് ചിന്താമണിക്ക് തോന്നി. കയ്യിൽ കിട്ടിയ MBBS എന്ന കനകം തട്ടിക്കളഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെന്ന് അച്ഛനെ സങ്കടപ്പെടുത്തണമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ ചിന്താമണി കൊലക്കേസിലെ സംഭവ ദിവസം ഇവിടെ തുടങ്ങുകയായി. Revolution, devastation, here we go, celebration. Yo, sensation, creation, here we go, collaboration. Yo. Hey, see this? It's really nice now. Hey, look. Who's coming? Hi. Hey, look here. Sweet girl, come on. Just stop. Just stop. What's this? Is she pretty? Smart chili, huh? Come on. Hey, Shreya. Hey, എത്തിയിട്ടുണ്ട് ചിന്താമണി. താര, എങ്ങനെയെങ്കിലും നീ അവളെ വെഡിങ് ചേംബറിലേക്ക് കൊണ്ടുവരണം. മണിയറയിലേക്കോ? യെസ്, ചിന്താമണിയുടെ വെഡിങ് ഇപ്പൊ നടത്തണം. Shreya, no! Shreya, idu venda. Go! Get her! സോറി, തന്നോട് ഓപ്പൺ ആയിട്ട് മാപ്പ് പറയാൻ ഡോക്ടർ ശ്രേയയ്ക്ക് ഒരു മടി. അതുകൊണ്ടാണ് ഇവിടേക്ക് വിളിപ്പിച്ചത്. ഓക്കെ? ഇത് കാവിലമ്മേ, ഇതെന്താ അത്? മൂത്തവരിളയവരോട് മാപ്പ് പറയേ? ഞാനത് അപ്പോഴേ മറന്നല്ലോ. ബട്ട് മിർച്ചീസ് മറന്നിട്ടില്ല. നിന്റെ ഷാർപ്പ് ബ്രെയിൻ അല്ലേ, 512 മെമ്മറി കാർഡ്. അപ്പൊ നിനക്ക് ഞാനൊരു ട്രീറ്റ് തരണ്ടേ? ഒരു സ്റ്റൈലൻ ട്രീറ്റ്. Hey, wait. Yes. Let's go get her. Come on, get up, I say. Come with me. മാറി ഇവിടെ. വരാനല്ലേ പറഞ്ഞേ? ഞങ്ങളിപ്പോ നിന്റെ വെഡിങ് ഡിസൈഡ് ചെയ്തു. നീ റെഡിയല്ലേ? മിസ് തിങ്കിങ് ബെല്ലിപ്പോ മിസ്സസ് ആകാൻ പോണു. Got it? Stand straight. Do you want to see your husband? Huh? You want to see him? ശരിക്കും കണ്ടോടി നിന്റെ വരനെ. ഇതാണ് മിസ്റ്റർ കട്ടബൊമ്മൻ ചെട്ടിയാർ. വെരി യങ്. നിന്റെ മണവാളൻ പ്രിൻസ്. കെട്ടിക്കോ ഭാര്യ പ്ലസ് ചെട്ടിയാർ. ബെസ്റ്റ് മെന്റൽ ഹാർമണി. ഇതാണ് നിന്റെ കല്യാണമാല, വെഡിങ് ഗാർലൻഡ്. ചിന്ത മടിക്കണ്ട, ഗുരുകൃപയിലെ എല്ലാ ഗേൾസിനെയും ഹസ്ബൻഡ് ഈ കിടക്കുന്ന ചെട്ടിയാരാ. കം ഓൺ ബേബ്സ്. മണവാട്ടിക്കെന്താ നാണം വരുന്നുണ്ടോ? നീ ഞങ്ങളുടെ സുന്ദരി കുട്ടിയല്ലേ, അനുസരിക്ക്. ദാ അരുത് ചേച്ചി, മഹാപാപ അത്. നമ്മള് പെൺകുട്ടികള് കളിയായിട്ട് പോലും ഇങ്ങനത്തെ അശുഭ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒടുവിൽ ആരാൻ പറ്റിപ്പോവും. പാപം കിട്ടും കേട്ടോ. നോക്കൂ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ നമ്മുടെയൊക്കെ കഴുത്തിൽ കല്യാണമാല വെക്കാവൂ. കല്യാണം എന്നൊക്കെ പറഞ്ഞ തമാശ ഇല്ല. കല്യാണമോ? That's Indian's cheap humor. Come on, get ready. Hey, come on. കെട്ടാനാ പറഞ്ഞേ? കെട്ടടി.
ഹസന വൈഫിന്റെ ഫസ്റ്റ് കിസ്, the long kiss. ഇല്ല, എനിക്ക് വയ്യ. എനിക്ക് നെഞ്ചു വേദനിക്കണോ?